കോട്ടയം കടുവാക്കുളത്ത് മീൻകടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ അതിക്രമം. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സിബി കൊല്ലാടാണ് അതിക്രമം നടത്തിയത്. ലൈസൻസ് ചോദിച്ച് കടയിലെത്തിയ സിബി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. അതേസമയം അതിക്രമം നടത്തിയിട്ടില്ല എന്നാണ് സിബിയുടെ പ്രതികരണം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് കടയുടമ പറഞ്ഞു. ഫോൺ വാങ്ങിച്ചു പറഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞ് ഇതിന്റെ ഉദ്ഘാടനം എന്റെ ഏരിയയിൽ വന്ന് ഒരു കട നടത്തിയിട്ട് ഇതിന്റെ ഉദ്ഘാടനം എന്നോട് പറയാതെ നീ കട മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകത്തില്ല, നിന്റെ ഈ കട പൂട്ടിക്കും എന്ന് പുള്ളി ശക്തമായ രീതിയിൽ പറഞ്ഞു. നിന്റെ ഈ കട ഒരു ദിവസം പോലും മുന്നോട്ട് നടത്താനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരത്തില്ല, ഇത് പൂട്ടിക്കാനുള്ള സംവിധാനം ചെയ്യും, ഇത് നടത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പുള്ളി ഫോൺ എന്റെ സംസാരം നിർത്തി പെട്ടെന്ന് ഫോൺ എടുത്ത് എറിഞ്ഞു. ഫോൺ തട്ടി താഴെ വീണ് അത് പൊട്ടുകയുണ്ടായി. അപ്പോൾ ഇത്രയും സംഭവമാണ് ഇവിടെ നടന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പഞ്ചായത്ത് അംഗമാണ് ഇത്തരത്തിൽ അതിക്രമം കാട്ടിയെന്ന തരത്തിൽ പരാതി ഉയർന്നിരിക്കുന്നത് ഉന്മേഷ്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മീൻകടയാണ്. എന്തായാലും ആ മീൻകടയിൽ ഒരു ജീവനക്കാരിയും അതുപോലെ തന്നെ അതിന്റെ ഉടമയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം വന്ന ജീവനക്കാരിയോടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ലൈസൻസ് ചോദിച്ചതെന്നാണ് പറയുന്നത്. അതിന് ഇദ്ദേഹത്തിന് എന്താണ് അവകാശം എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി എന്തായാലും നൽകുന്നില്ല. ഈ തനിക്ക് ലൈസൻസ് ഉണ്ടോ, താൻ എന്തിനാണ് ഇവിടെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്നത്, തന്നോട് പറയാതെ, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ തന്നോട് പറയാതെ എന്തിനാണ് ഈ മേഖലയിൽ പള്ളത്ത് കച്ചവടം നടത്തുന്നത് എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഫോൺ അടക്കം പിടിച്ചു വാങ്ങി നിലത്തേക്ക് എറിഞ്ഞുടച്ചു എന്ന തരത്തിലും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻകടയിലെ തട്ടിനടക്കം കേടുപാടുകൾ വരുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്ക് ഈ കടയുടമ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അവരുടെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അവിടെ പോയതെന്നൊരു വിവരമാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് കടയുടമ അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മൗണ്ടൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. തുല്യതാ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് ഇരട്ടിയാക്കിയതിൽ 50,000-ഓളം വരുന്ന പഠിതാക്കൾ ഇപ്പോൾ ദുരിതത്തിലാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം പാഠപുസ്തകം ലഭിച്ചത് പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപാണ് എന്നുകൂടി ആ അക്കൗണ്ടിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.